ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് അക്കാദമിക്സ് റിലേറ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും നീറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അത് ക്യാൻസൽ ചെയ്തറിഞ്ഞ് എല്ലാവരും വിഷമിച്ചിരിക്കുകയായിരിക്കും എന്ന് വിചാരിക്കുന്നു. നീറ്റ് എക്സാം അങ്ങനെയാണ്, നമ്മൾ എന്തൊക്കെ വിചാരിച്ചാലും നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്താണ് അവർ ചെയ്യുന്നതെന്ന്. എപ്പോൾ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാം. എന്താണ് ശരിക്കും അത് കുട്ടികളോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണ്. പക്ഷെ എന്നാലും നമ്മൾ എന്തൊക്കെ വന്നാലും അതിനെ പോസിറ്റീവായിട്ട് എടുക്കണം. ഇപ്പം തന്നെ കഴിഞ്ഞ എക്സാമിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും, അതുപോലെ നന്നായിട്ട് പെർഫോം ചെയ്ത പിള്ളേരുണ്ടാവും. അപ്പൊ ഇനി എക്സാം വരുമ്പോൾ ഇനിയിപ്പോൾ റീടെസ്റ്റ് നടത്തുമ്പോഴും നന്നായിട്ട് പെർഫോം ചെയ്തവർ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ പെർഫോം ചെയ്യാൻ പറ്റാതെ പോയ പിള്ളേരുണ്ടല്ലോ, അവർക്ക് നല്ലൊരു ചാൻസ് ആണ്. അവർ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ട് വീണ്ടും പോയി എക്സാം എഴുതുക. ചിലപ്പോൾ ഇത് ഇപ്പൊ കഴിഞ്ഞ തവണ കിട്ടുന്നതിനേക്കാളും 1-2 മാർക്ക് കൂടുതൽ കിട്ടിയാൽ തന്നെ അത് റാങ്കിൽ വലിയൊരു മാറ്റം വരും. അപ്പൊ അങ്ങനെ പോസിറ്റീവായിട്ട് എടുത്തിരിക്കുക എല്ലാവരും. പക്ഷെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നീറ്റ് എക്സാം അല്ല. നമ്മുടെ ടോപ്പിക് BFSC ആണ്, ബാച്ചിലർ ഓഫ് ഫിഷറി സയൻസ്. അപ്പൊ ഞാൻ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ BFSC സ്റ്റുഡന്റ് ആണെന്ന്. ഞാനിപ്പോൾ 3rd ഇയർ ആണ് പഠിക്കുന്നത്. BFSCനെ കുറിച്ച് ഇങ്ങനെ ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ആദ്യം ഈ ഒരു കോഴ്സിനെ കുറിച്ച്, ഇത് എവിടെയാണ് അവൈലബിൾ, ഇതിന് അഡ്മിഷൻ എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് അറിയുന്നതിന് മുമ്പ് ഈ കോഴ്സ് എന്താണെന്ന് അറിയണം. നിങ്ങൾക്ക് എന്നിട്ട് ആ കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആണോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം വന്ന് അതിന് തലയ്ക്കുക. അല്ലാതെ നിങ്ങൾ ഓടിച്ചാടി ഒരു കോഴ്സിന്റെ പേര് കിട്ടും അങ്ങനെ വന്ന് ചേരിയല്ല വേണ്ടത്. എനിക്ക് ഫിഷറീസിന് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, മീൻപിടുത്തല്ലേ, മീൻ വളർത്തലല്ലേ പഠിക്കാൻ പോണേ എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട് കുറെ. അങ്ങനെ ചോദിക്കുന്നവരുടെ മൊത്തം പുച്ഛം കാണുമ്പോൾ നമ്മൾ മേടിച്ച റാങ്ക്, മാർക്ക് ഒന്നും ഇല്ലാതെ ആയിപ്പോയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മീൻ വളർത്തൽ മാത്രമല്ല ഫിഷറീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ 4 വർഷം പഠിച്ചിട്ടാണ് ഒരാള് ഫിഷറീസ് പ്രൊഫഷണൽ ഡിഗ്രി കഴിഞ്ഞ് പാസ് ഔട്ട് ആവുന്നത്. ഈ 4 വർഷം മീൻ വളർത്തൽ മാത്രം പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റൂ? അതിൽ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പൊ നമ്മൾ MBBS പഠിക്കുകയാണെങ്കിൽ ആദ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് പിന്നെ ഹ്യൂമൻ ബോഡി റിലേറ്റഡ് ആയിട്ടുള്ളത് എടുക്കും. അതുപോലെ ഹ്യൂമൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കും. നമ്മൾ ഫിഷറീസിലാണെങ്കിലും ആദ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് അതിനുശേഷം ഫിഷിനെ കുറിച്ചുള്ള എല്ലാ A to Z കാര്യങ്ങളും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിനീയറിംഗ് വരെയുണ്ട്. അതായത് റെഫ്രിജറേഷനിൽ വരുന്ന എഞ്ചിനീയറിംഗ്, അതുപോലെ എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇങ്ങനെ വരുന്ന എല്ലാ മേഖലയും കൂടെ ഒത്തുചേർന്നൊരു സിലബസ് ആണ് ഇതിന് വരുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു സെമസ്റ്ററിൽ ഏതാണ്ട് 10 സബ്ജക്റ്റുകളും ഉണ്ട്. അതില് 10 സബ്ജക്റ്റിൽ ഒരു സബ്ജക്റ്റോ അല്ലെങ്കിൽ 2 സബ്ജക്റ്റോ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും പ്രാക്ടിക്കൽസ് ഉണ്ട്. അപ്പൊ അതിന്റെ റെക്കോർഡ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പൊന്നെ വരച്ച് നമ്മൾ മടുക്കും. ശരിക്കും നമ്മൾ ഫിഷറീസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഡ്രോയിങ് സ്കിൽ വരും. അതുപോലെ പടം വരയ്ക്കാണ്ട് ഒരു സബ്ജക്റ്റിന് ഏതാണ്ട് 100 ഫിഷിന്റെ പടമെങ്കിലും വരയ്ക്കാണ്ട് ഒരു സബ്ജക്റ്റിന്. അപ്പോൾ ടാക്സോണമിയിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിന്റെ ഒരു 100 ഫിഷസ് ഉണ്ട്. അതിന്റെ സ്പീഷീസ് നെയിം ഒക്കെ നമ്മൾ കാണാതെ പഠിക്കണം. കാരണം ഇത് ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും എക്സാമിന്, പ്രാക്ടിക്കൽസിന്. ഫിഷിനെ കാണുമ്പോൾ അറപ്പ്, പേടി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും മാറ്റി വെക്കേണ്ടി വരും. കാരണം നമ്മൾ അവിടെ ചെന്ന് ഫിഷിനെ ജീവനോടെ ഡിസെക്ട് ഒക്കെ ചെയ്യേണ്ട വരും. കാരണം അത് പല സബ്ജക്റ്റിലും നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും. ചില ഫിഷിനെ തല്ലിക്കൊന്നിട്ട് നമ്മൾ അതിനെ ഡിസെക്ട് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്, ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ ചെയ്യേണ്ടി വരും കേട്ടോ. പിന്നെ അതുപോലെ ഏറ്റവും ടഫ് ഒരു സാധനം ഉണ്ടായിരുന്നു, ഒരു പ്രാക്ടിക്കൽ എക്സാം ഉണ്ടായിരുന്നു, ഷെൽ ഫിഷ്. അത് ഇനി വരുന്ന ഇതിലൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് പ്രാക്ടിക്കലിൽ എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഈ ചെറിയ നമ്മുടെ ചെമ്മീനില്ലേ, കൊഞ്ച്, ഇതിന്റെ ഒരു കുഞ്ഞിക്കാട്ടി പല്ലല്ല, അതിന്റെ ഒരു മാക്സിൽ അങ്ങനെ പറയുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ സാധനം ഡിസെക്ട് ചെയ്തെടുത്ത്, അത് കണ്ണി പോകാനില്ല, മൈക്രോസ്കോപ്പിക് ലെവലാണ്. അപ്പോൾ ഈ പറഞ്ഞൊരു സാധനമുണ്ട്, ഈ സാധനം ഡിസെക്ട് ചെയ്തെടുത്ത് നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ച് കാണിച്ചു കൊടുക്കും. ഇത് കിട്ടാനായിട്ടുള്ള ദൈവങ്ങൾ മൊത്തം വിളിച്ചാലാണ് ഈ സാധനം കിട്ടുള്ളൂ. എന്നുവെച്ചാൽ അത്രയ്ക്കും പാടാണ് അത് ഡിസെക്ട് ചെയ്തെടുക്കാൻ. നമ്മൾ ഒരു ഊഹത്തിന് നമ്മൾ എടുക്കും. എന്തെങ്കിലും ഭാഗ്യം ഉണ്ടെങ്കിൽ അത് മൈക്രോസ്കോപ്പിൽ വെക്കുമ്പോൾ നമ്മൾ ആ മാം ഉദ്ദേശിച്ച സാധനം തന്നെയായിരിക്കും. അതൊരു ഭാഗ്യപരീക്ഷണമാണ് അതൊക്കെ കിട്ടുന്നത്. അതിന് ആ ഡിസെക്ട് ചെയ്തെടുക്കുന്നതിനാണ് പ്രാക്ടിക്കലിന്റെ ഏതാണ്ട് പകുതിയോളം മാർക്കെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ടഫ് സാധനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കുറെ ഫിഷസിനെ, നമ്മൾ കാണാത്ത ഫിഷസിന്റെ വരെ സ്പെസിമെൻ നമുക്ക് കോളേജിലുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. ഒരു ഫിഷിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഏതാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചിരിക്കണം. അപ്പോൾ അത്രയും നമുക്ക് ലാസ്റ്റ് നമ്മൾ ഫിഷിനെ കണ്ട് നമുക്ക് അതിനോട് പ്രേമമാവും. അതുപോലെ നമ്മൾ ഒരെണ്ണത്തിനെ കണ്ടുപിടിക്കും. നമ്മൾ എന്തായാലും കാണാതെ പഠിക്കും ഇതിന്റെ പേരൊക്കെ. കാരണം നമ്മൾ ഇപ്പം ഓരോ സെമസ്റ്ററിലും അതിന്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ച ഫിഷിനെ കുറിച്ച് തന്നെ സെക്കൻഡ് സെമ്മിലും പഠിക്കാനുണ്ടാവും. സെയിം സാധനം തന്നെ ആവർത്തിച്ച് വരുന്ന ചില സബ്ജക്റ്റുകളുണ്ട്. അപ്പൊ നമ്മൾ അതേപോലെ എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഇതിലേക്ക് അങ്ങ് ആയിപ്പോ
പിന്നെ ഫിഷിനെ കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ വേണം. കാരണം നമ്മൾ ഇതിൽ കിടന്ന് ഫിഷിൽ കിടന്ന് മറിയാനുള്ള ആൾക്കാരാണ്. നമ്മൾ പോണ്ടിൽ ഇറങ്ങേണ്ടി വരും, ഫിഷ് പിടിക്കേണ്ടി വരും. അത് നമുക്ക് ഇൻലാൻഡ് ഫിഷറീസ് എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്ട് ഉണ്ടായിരുന്നു. അതിന് നമ്മൾ നേരെ പോണ്ടി കൊണ്ടിറക്കി ഫിഷിനെ തപ്പി പിടിച്ചിട്ടുണ്ട് ചെളിയിൽ. അപ്പൊ അങ്ങനത്തെ നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും. അപ്പം അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടാവും. പിന്നെ അത് ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ, ഫീൽഡിന്റെ സമയത്തും ഈ പരിപാടി ഉണ്ട്, ഫിഷ് പിടിക്കലൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഫിഷ് പ്രോസസ്സിംഗ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഫിഷ് വെച്ചിട്ട്, ഫിഷ് മീറ്റ് വെച്ചിട്ട് ഓരോ പ്രൊഡക്ട്സ് ഉണ്ടാക്കാനായിട്ട്, ഇപ്പൊ സുറുമി എന്ന് പറയാം, സുറുമി ഒക്കെ കേട്ടിട്ടുണ്ടാവും, ഗൂഗിൾ ചെയ്ത് നോക്കി അറിയാൻ പറ്റും എന്താണ് സുറുമി. പിന്നെ അച്ചാറ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് അച്ചാർ ഉണ്ടായിരുന്നു. പിന്നെ കാനഡ് ഫിഷ് പ്രൊഡക്റ്റ്, അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ നമ്മൾ അത് ഫിഷ് പ്രോസസ്സിങ്ങിന്റെ ഇതിൽ വരും. പിന്നെ FET എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിൻ്റെ അത് നമ്മൾ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഈ ബോട്ടിന്റെ മെഷീൻസ് അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ റെഫ്രിജറേഷൻ, അങ്ങനെ കുറെ തലക്കറില്ലാത്ത കുറെ ഫിസിക്സ് ഒക്കെ കയറി വരുന്ന കുറെ സാധനങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ മൈക്രോബയോളജി, ഇത് AH എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ മൈക്രോബയോളജി അങ്ങനത്തെ കുറെ സാധനങ്ങൾ പഠിക്കാനുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തലക്കണം നല്ല പാടാണ്. പിന്നെ എന്താ, പക്ഷെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പറ്റും. പക്ഷെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പറ്റും. പക്ഷെ ഇതിനോട് കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ വേണം. അല്ലാതെ നമ്മൾ മീൻ വളർത്തൽ മാത്രം പഠിക്കാനായിട്ട് എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ നടക്കില്ല. കാരണം അതിന് മാത്രം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷെ നമ്മളിലേക്ക് ഇന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ത്രില്ലാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിലിപ്പോ ആദ്യത്തെ 3 വർഷമാണ് നമുക്ക് തിയററ്റിക്കൽ ക്ലാസ്സസും ഇങ്ങനത്തെ പ്രാക്ടിക്കൽസ് ഒക്കെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഒരു ലാസ്റ്റത്തെ ഒരു വർഷം എന്ന് പറയുന്നത് നമുക്ക് റാവേ, ELP, സെമിനാർ, പ്രൊജക്ട്, അങ്ങനത്തെ ഇതൊക്കെയാണ് ഫുള്ള്. സമയത്ത് നമുക്ക് തിയററ്റിക്കൽ ക്ലാസ്സുകളൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. കാരണം ഞാനിപ്പോൾ 4th ഇയർ ആയിട്ടില്ല. ഇപ്പൊ 4th ഇയർ ആയാലാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഏത് നേരവും ക്ലാസ് റൂമിൽ അടച്ചു കൂട്ടിയിരിക്കേണ്ടതൊന്നുമല്ല. ഇഷ്ടംപോലെ ഫീൽഡ് പരിപാടികളുണ്ട്. പിന്നെ നിങ്ങൾക്ക് അവിടെ ഓൾറെഡി കുറെ റിസർച്ചും കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്തൊക്കെ പോയി ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 4 വർഷത്തോളം കുത്തിയിരുന്ന് പഠിച്ചിട്ടാണ്, അതിന്റെ കൂടെ സപ്ലിയും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ക്ലിയറും ചെയ്ത്, ഇത്രയും പ്രാക്ടിക്കൽസ്, തിയറി, ഇതെല്ലാം ക്ലിയറും ചെയ്തിട്ടാണ് ഒരു ഫിഷറി സ്റ്റുഡന്റ് പാസ് ഔട്ട് ആവുന്നത്. അല്ലാതെ വെറുതെ മീൻ പിടിക്കാൻ അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പാസ് ഔട്ട് ആക്കി വിടത്തില്ല. അതുകൊണ്ട് മേലാൽ ഇനി ഫിഷറി സ്റ്റുഡന്റിനെ ഫിഷറീസിന് കിട്ടി എന്ന് പറയുമ്പോൾ മീൻ വളർത്തലല്ലേ എന്നും പറഞ്ഞ് പുച്ഛിക്കരുത്. ഓക്കെ. പിന്നെ ഈ മീൻ വളർത്തലിനെ പുച്ഛിച്ച് കാണുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് ചിലപ്പോ ഒരു നേരം മീനില്ലെങ്കിൽ ചോറ് കഴിക്കില്ലാത്ത ടീംസ് ആയിരിക്കും ഈ മീൻ വളർത്തലിനെ പുച്ഛിക്കുന്ന ആൾക്കാർ. എന്നിട്ടും പുച്ഛിക്കലിനൊരു കുറവില്ല. നമ്മൾ ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാലാണ് ഇനിയുള്ള കാലങ്ങളിൽ ഈ ഫിഷസ് ഒക്കെ ഉണ്ടാവത്തുള്ളൂ. അതിവർ മനസ്സിലാക്കുന്നില്ല. എത്രയോ ഫിഷസ് ആണെന്നറിയോ വംശനാശം സംഭവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അതിന്റെ ഡാറ്റാസ് ഒക്കെ എടുത്ത് വെച്ചതൊന്ന് നോക്കാം. നിങ്ങളിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്ന പല ഫിഷും ഇനി ഭാവിയിൽ ഇല്ലാതെ വന്നിരിക്കും. അപ്പൊ നമ്മൾ ഈ ഫിഷറീസ് ടീംസ് ഇറങ്ങിയാലാണ് ഈ സാധനങ്ങളൊക്കെ അന്ന് കഴിക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ മറത്ത്. പിന്നെ PSC വഴിയുള്ള ജോബ് നോക്കുവാണെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞൊരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് വിളിക്കുമ്പോൾ അതിലേക്ക് ഇപ്പൊ അഗ്രികൾച്ചറുകാർക്കും അതുപോലെ MSc സുവോളജിക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഇത് വരുമ്പോൾ നമുക്ക് കോമ്പറ്റീഷൻ കൂടും. നമുക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കുറെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഏരിയയാണ് ഫിഷറീസ്. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴും നമുക്ക് തോന്നും ഇതൊരു ബിസിനസ് ആക്കാൻ പാടില്ല, ഇതൊരു ബിസിനസ് ആക്കാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത് കേരളത്തിൽ ഡെവലപ്പ് ആയി വരുന്നേ ഉള്ളൂ. കേരളത്തിലല്ല, ഇന്ത്യയിൽ നിന്ന് തന്നെ ഈ ഫിഷറീസ് ശരിക്കും യൂട്ടിലൈസ് ചെയ്യാനുള്ളതാണ്. നമ്മുടെ റിസോഴ്സ് ശരിക്കും ഒരു യൂട്ടിലൈസ് വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനുള്ളതാണ് നമ്മുടെ ടീച്ചേഴ്സ് ഒക്കെ പറയുന്നത്. ഞാനിപ്പോൾ പെട്ടെന്നൊരു വീഡിയോ എടുത്താണ്, എനിക്ക് ഓർമ്മ വന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാനത് പിന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. അടുത്ത വീഡിയോ അക്കാദമിക്സ് ആയിരിക്കില്ല കേട്ടോ, ഇപ്പോഴേ പറഞ്ഞേക്കാം. അടുത്ത വീഡിയോ വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ കാത്തിരിക്കുക.